നമുക്ക് ചേച്ചീനെ കുറിച്ചൊരു വലിയ അറിവൊന്നുമില്ല. ചേച്ചി ഉൺസൂറിൽ നിന്ന് വന്നതാണ്. ഉൺസൂറിൽ വന്ന് നമ്മുടെ വീടിന് മുമ്പിൽ 8 വർഷമായി താമസിക്കുന്നത്. അപ്പോൾ ഷെഡ് കെട്ടിയിട്ടാണ് എന്നേരെ താമസിക്കില്ലേ. അപ്പോൾ ഉൺസൂറിൽ വീടുണ്ട്, ചെറിയൊരു വീടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം അവരിങ്ങനെ പറഞ്ഞു. നമുക്ക് ചേച്ചീനെ കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല. 8-9 വർഷമായി ഇവിടെ താമസിക്കുന്നത്. പൊങ്കുത്സവം വരുമ്പോൾ വന്ന് പോകുന്നല്ലാണ്ട് ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് താമസവും കാര്യങ്ങളൊക്കെ. നിങ്ങളെ ഏരിയത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് എന്താ പറയണ്ടേ, വീഡിയോ ഒന്ന് ഷെയറെല്ലാം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരാൾക്കാരും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ടീമും പഠിപ്പ് എന്താണെന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ടീമും കാര്യങ്ങളെല്ലാം നല്ലതാണ്. നല്ല മക്കളാകുമ്പം കുറച്ച് എല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായൊരു വാല്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ മക്കൾക്ക് ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിൻ്റെ വാല്യൂവും കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് കൊണ്ടുതരുന്ന സാധനത്തിന് പോലും അതിൻ്റെ ഒരു വാല്യൂവും കാര്യങ്ങളും ഇല്ല. അവർ കൊണ്ടുതരുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയാൽ അത് 1 ദിവസം 2 ദിവസം കൊണ്ട് നശിപ്പിച്ച് കാര്യങ്ങൾ. നമുക്കൊക്കെ പണ്ടൊരു പെൻസിലിൻ്റെ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ കാലം എത്തിക്കാൻ വേണ്ടി നോക്കും. ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല. ഇന്നത്തെ മക്കൾ ഫുള്ളത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ചെത്തി തീർക്കാം, എങ്ങനെയാണ് അതിൻ്റെ വില അറിയില്ല. ഇപ്പം അവർ അവരെ മക്കൾക്ക് അതിൻ്റെ ഒരു വിലയുണ്ട്. അച്ഛനും അമ്മയും നമ്മളെ വീട്ടിലെ ടീമും കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നതും കാര്യങ്ങളല്ലോ. പക്ഷെ എന്നാലും നമ്മളെ മക്കൾക്കത് ചിന്തയില്ല. പക്ഷെ അവർക്ക് പഠിക്കാൻ പറ്റൂല, പണിക്ക് പോകേണ്ടി വരുമെന്നുള്ളൊരു ചിന്തയില്ലതുകൊണ്ട് അവർ നല്ലോണം പഠിക്കുന്നു, വേണ്ട സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നു. അച്ഛനും അമ്മേനോട് എന്താ പറയണ്ടേ, പഠിക്കും, ഉന്നത ലെവലിൽ എത്തുമെന്നില്ല വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യാൻ ഉന്നത ലെവലിൽ എത്താൻ വേണ്ടിയിട്ടും കാര്യങ്ങളുടെ വാല്യൂ അറിയുന്നില്ല. കൊണ്ടുതരുന്നത് വാങ്ങാം, അത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇന്നത്തെ മക്കൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മുന്നോട്ടേക്ക് പോയാലാണ് ഒരു ലെവലിൽ എത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. മക്കളെ അതിൻ്റേതായ വിഷമവും കാര്യങ്ങളും പറഞ്ഞ് അറിയിപ്പിച്ചു കൊടുക്കുക. കഷ്ടപ്പാടും കാര്യങ്ങളും ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടും നോക്കുക, എല്ലാം കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. ഗൈസ്, നമ്മുടെ ഏരിയയിൽ ഇവിടെ ഷെഡിൽ നിന്നിട്ട് ഇവർ ഇത്രയും എന്താ പറയണ്ടേ ഒരു ഇതിലാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മഴേൻ്റെ സമയത്തും എല്ലാം ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ലെവലിൽ ഇവരിവിടെ താമസിക്കുന്നത്. മുമ്പിലാണ് ഇവിടെ താമസം മൊത്തം. ചേച്ചിയാണിത്. ചേച്ചീനോട് തന്നെ ചോദിക്കാം. ചേച്ചി, നിങ്ങൾ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 8 കൊല്ലമായി. അപ്പോൾ 8 കൊല്ലത്തിൻ്റെ അടുക്ക മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ പഠിപ്പിക്കുമോ? കുട്ടികളെ പഠിപ്പിക്കുമോ? കുട്ടികളെ നാട്ടിൽ പഠിപ്പിക്കില്ലല്ലോ. നാട്ടിൽ അച്ഛന് ജോലി ചെയ്യുന്നത് എന്താണ്? മീൻ്റെ പണിയല്ലേ? ഈ പണി നാട്ടിൽ വീടോ? ചെറിയ വീട്, ഒരു ഷെഡ് പോലത്തെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് താമസിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം നാട്ടില് ഉത്സവത്തിന് എന്തെങ്കിലും ദൈവത്തിന് പോകും, അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ സൗകര്യങ്ങൾ എന്തെങ്കിലും പിന്നെ മഴ വന്നാൽ കുറച്ച് പേടി വന്നാൽ പുള്ളേർ എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ കാട്ട് മഴ പോയാൽ പൊറുകിക്കും അവിടെ തന്നെ. മഴേൻ്റെ അവസ്ഥയിലാണ് ഇവരെ മഴവെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവരെ ഷെഡിലെ അവസ്ഥയാണ് ഇവർ പറയുന്നത്. കുറേ കാട്ട് വന്നാൽ ഇവിടെ ബാൽസനയിൽ അങ്ങനെ വന്നതിന് ചില സമയം കാറ്റും മഴയെല്ലാം വരുമ്പോൾ ഈ വാൻശാലൊക്കെ വന്ന് നിൽക്കും. അതാണ് മുമ്പിലെ അവസ്ഥ. പിന്നെ 2 മക്കളുണ്ട്. മക്കളെന്നാ പറയുന്നത് പഠിപ്പിനെ കുറിച്ചിട്ട്? ഇവിടെ നല്ല സുഖമുണ്ട്. മക്കൾ പറയുന്നത് പഠിച്ചിട്ട് അമ്മേനും അച്ഛനെയും നോക്കൂ, നമുക്ക് ഈ മീൻ പണിയും കാര്യങ്ങളും എടുത്ത് മുന്നോട്ടേക്ക് പോകാം. മക്കൾക്ക് തന്നെ പേടിയാണ് അച്ഛൻ്റെ തൊഴിൽ മുന്നോട്ടേക്ക് പോകാൻ. മക്കൾ പറയുന്നത് അമ്മേനോട് നല്ല രീതിയിൽ ഉയർന്നിട്ട് അമ്മേനും അച്ഛനും നോക്കൂന്നല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അവർക്ക് ഒരാൾ ഡോക്ടർ ആവും, മിലിറ്ററി ആവും എന്നെല്ലാം പറയുന്നത്. എന്നാലും ഇവരേതായ രീതിയിൽ ഇവരെത്തിപ്പെടട്ടെ, അതാണ് ഇനി നമുക്കൊക്കെ
പറയാനില്ലല്ലോ. നല്ല രീതിയിൽ നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന അങ്ങോട്ട് പറയണം. പക്ഷെ എന്നാലും പഠിക്കില്ല. അവർക്ക് പഠിപ്പിൻ്റെ വില അറിയില്ല. ഇന്നത്തെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളെ മക്കളോട് നമ്മൾ പറയണം പഠിക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ മക്കളോട് നിങ്ങൾ പറയാൻ തന്നെ നിങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. പഠിപ്പിൻ്റെ വില അറിയണം. നമ്മളെല്ലാം ഉന്തി പഠിപ്പിച്ച് കഴിഞ്ഞാലും മക്കൾ പഠിക്കുന്നില്ല. അപ്പം അതിൻ്റെ വിലയിൽ മക്കൾ എന്ത് ചെയ്യുക? മക്കൾക്ക് അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞ് മക്കൾ ഉന്നത ലെവലിൽ എത്തിപ്പെടട്ടെ. കഴിയും. അങ്ങനെ വേണ്ടത്. എല്ലാവരെയും കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കി തരട്ടെ. കത്തിക്കുന്ന വിറകില്ലാല് അമ്മ ഇന്ന് ചോറ് വേണ്ട നമ്മൾ അങ്ങനെ വിറകിക്കാന്ന് പറയും. അങ്ങനെ പറയൂ. അല്ലാതെ ശരിയായിട്ട് ഈ മാൻശാലിൻ്റെ ഇവിടുന്നാണ് പഠിപ്പ് മൊത്തം അല്ലേ? മാൻശാലിൻ്റെ ഇവിടുന്നാണ് ഇവരെ പഠിപ്പ് മൊത്തം നടക്കുന്നത്. മാൻശാലിൻ്റെ മുമ്പിൽ 2 മക്കൾ നിൽക്കും, പഠിക്കും. അതാണ് അവരെ പഠിപ്പിൻ്റെ സൗകര്യവും കാര്യങ്ങളിലും ഇങ്ങനെ ഇവിടെ നിന്നിട്ടാണ് പഠിപ്പും കാര്യങ്ങളിലും. അപ്പം അവർക്ക് അതിൻ്റെ പഠിപ്പിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്നതന്നെ. പിന്നെ നമ്മളെ നാട്ടിൽ പഠിക്കില്ലല്ലോ, കന്നഡ ഒന്നും അറിയില്ലല്ലോ. ഇവരെ നാട്ടിൽ പഠിപ്പിക്കില്ല. ഇവരെ നാട്ടിൽ വേദിൽ ജോലിക്കൊക്കെ അയക്കുകയില്ല, പഠിപ്പിക്കില്ല. അതാണ് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവരെ കുട്ടികളെ വേദിൽ ഇവിടെ സ്കൂളിൽ ചേർത്തത്. അല്ല ആദ്യം തന്നെ അക്കരെ സ്കൂളിൽ ചേർത്തി. ഇവിടെ നാട്ടുകാരനല്ലേ, നാട്ടുകാർ തന്നെ ചേർത്ത് പഠിപ്പിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും വരെ അവർക്ക് പഠിക്കേണ്ട ഒരു ചിന്ത ഇപ്പം വന്നവർക്ക് നാട്ടിലും. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ പറഞ്ഞല്ലേ പഠിപ്പിക്കണമെന്നില്ല കാര്യം. ഒരാളിവിടെ പിണറായി ഫസ്റ്റ് പഠിക്കുന്നല്ലേ, ഒരാൾ LKG സ്കൂൾ പഠിക്കുന്നത്. ഒരാൾ എത്രയിലായിരുന്നു? മൂത്താൾ 9, രണ്ടാമത്തെ ആൾ 7. 2 ആൺകുട്ടികളല്ലേ? മൂന്നാമത് ഒരാളില്ലേനാ? മൂന്നാമതൊരു കുട്ടിയുണ്ട്. പക്ഷേ മൂന്നാമതൊരു കുട്ടിനെ ചെറുതിലേ അമ്മക്ക് കൊടുത്ത പോലെ ഇല്ല അല്ലേ? ഇങ്ങനെ കാണലും ഇല്ല, ഇതായാലും ഇല്ല. 3 മക്കളായതുകൊണ്ട് നോക്കേണ്ട ഒരു ഇതിലാണോ കൊടുത്തത്? നോക്കേണ്ട കഷ്ടപ്പാടിൽ അമ്മക്ക് കൊടുത്തിട്ടില്ലത്. എനിക്ക് തന്നെ ഈ പുള്ളിയെ നോക്കാനാവില്ല, ഇവിടെ തന്നെ താമസിച്ചു. അപ്പം അമ്മ നോക്കി അവര് കാര്യങ്ങളെല്ലാം കന്നഡ വേറെ ഭാഷയൊന്നും അറിയില്ല, വേറെ ഭാഷയൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ അമ്മന്നറിയാവോ? അമ്മന്നറിയാം. അവരെ അവസ്ഥകളാണ് അവർ പറഞ്ഞത്. അവർക്ക് മൂന്നാമതൊരു കുട്ടിയുണ്ട്, 3 ആൺകുട്ടികളാണ്. മൂന്നാമതൊരു കുട്ടിയുണ്ട്. മൂത്തൊരു ആൺകുട്ടി 9ൽ പഠിക്കുന്നത്. രണ്ടാമത്തെ കുട്ടി ഇരട്ട കുട്ടിയാണ്. ഒന്നും അമ്മക്ക് കൊടുത്തിട്ടില്ല. അമ്മയാണ് നോക്കുകയും ചെയ്യുന്നത്. നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു ഇതിൽ ഇവരെ ഷെഡാണ് ഇതിലുള്ളത്. ഇവരതിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ എന്നാൽ